ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ മത്തിയാണ് കേട്ടോ. ഞാൻ മത്തിയുടെ പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പച്ചത്തേങ്ങ അരിച്ച് കറി വയ്ക്കണം, മുളകിട് ഫ്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള ചോറും തോരനും മുട്ട വറുത്തതും തക്കാളി അങ്ങനെയൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് മത്തി കൊണ്ടുവന്നത്. അപ്പം പിന്നെ മത്തിയുടെ പുറകെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. മത്തിയൊക്കെ വെട്ടി ക്ലീൻ ചെയ്തു. അത്യാവശ്യം നെയ്യൊക്കെയുള്ള മത്തിയായിരുന്നു. അപ്പോൾ കൂടുതലും ഇവിടെ ചാച്ചയ്ക്ക് കൂടുതലും തേങ്ങ അരിച്ച് കറി വയ്ക്കുന്നത് ഇഷ്ടം. എന്ന് വെച്ചാൽ എരിവ് കൂടുതലും ഞങ്ങൾക്ക് ആർക്കും തന്നെ വലിയ താല്പര്യമില്ലാത്തതാണ്. പിന്നെ എരിവ് കൂട്ടണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് എരിവിട്ട് മുളകിട്ട് നന്നായിട്ടൊക്കെ കുറുക്കി കറി വയ്ക്കുന്നത്. എന്നാലും വലിയ എരിവ് കാണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മാങ്ങയിട്ട് കറി വയ്ക്കാൻ നോർത്തു, പക്ഷെ മാങ്ങയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടംപുളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറി വെച്ചു. അല്ലാതെ മറ്റേ പിഴുപുളി പിഴിഞ്ഞൊഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചിലരൊക്കെ പിഴുപുളി ഒഴിക്കും, പക്ഷേ അതെന്തോ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് വലിയ താല്പര്യമില്ല. ഒന്നെങ്കിൽ കുടംപുളി ഇല്ലെങ്കിൽ മാങ്ങ. അപ്പോൾ അതിട്ടൊക്കെ അങ്ങനെ പച്ചത്തേങ്ങ അരച്ചൊക്കെ അതൊക്കെ കറി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മത്തി എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടുതലും കറി ഇഷ്ടമല്ല, അവർക്ക് ഫ്രൈ ചെയ്യണം. അപ്പോഴത്തേക്ക് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ആദ്യം ഓർത്തു നമ്മുടെ പുളിവെള്ളത്തിൽ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതും നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ പലതാലോചിച്ചിട്ട് ലാസ്റ്റ് വേറെ ഒന്നുമില്ലേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അതാലോചിച്ചിട്ട് ലാസ്റ്റ് ഞാനെടുത്ത് ഫ്രൈ ചെയ്തു. അതിൽ നമ്മുടെ കുരുമുളക് പൊടിയും ലേശം പെരുംജീരകം വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അതൊക്കെ കറി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ സെറ്റായി. ഇതാ കണ്ടോ, നല്ല കുറുക്ക് ചാറോട് കൂടി മത്തിയൊക്കെ വറ്റി അങ്ങനെ റെഡിയായി. ഒത്തിരി വെള്ളം പോലെ ചാറുമാക്കിയിട്ടില്ല. അപ്പോൾ ഓക്കെ.